ഇതിൻ്റെ സൈൻ തന്നെ ശനിക്ക് 2-3 ഹൗസസ്, അതായത് ശനി സൈൻ ഓഫ് കാപ്രിക്കോണിൽ കാപ്രിക്കോൺ എന്ന് പറയുന്നത് മകരൻ രാശി, കുംഭം രാശി, ഇത് രണ്ടും പുള്ളിയുടെ തന്നെ ഓൺ ഹൗസസാണ്. തുലാം രാശി എന്ന് പറയുന്നത് സൈൻ ഓഫ് ലിബ്ര, അതിൽ പുള്ളി എക്സോൾട്ടഡ് എന്ന് വെച്ചാൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. തുലാം രാശിയുടെ ചിഹ്നം തന്നെ ത്രാസ, കണ്ടിട്ടുണ്ട് ഇങ്ങനെ ത്രാസ നിൽക്കുന്നത്, കച്ചവടം അത്. അപ്പോൾ അവിടെ പുള്ളി എക്സോൾട്ടഡ് ആണ്. എക്സോൾട്ടഡ് എന്ന് പറയാൻ കാരണം വെച്ചാൽ പുള്ളി പക്കാ ബിസിനസ്സുകാരനാണ്. തുലാം രാശി പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രാശിയാണ്. തുലാം രാശി നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടും കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള ആൾക്കാരാണ്, മനസ്സിലായില്ലേ? കാരണം ബിസിനസ്സുകാരനായതുകൊണ്ട് പുള്ളി ഏത് ലെവലിലും താഴോട്ടിറങ്ങും. പുള്ളി ശനി ഏത് ലെവലിലും താഴോട്ടിറങ്ങി പ്രവർത്തിക്കും, മാർക്കറ്റിൽ പോകും, ബാർഗെയിൻ ചെയ്യും, മനസ്സിലായില്ലേ? സാധനങ്ങൾ വാങ്ങുക, മറിച്ച് വിൽക്കുക, ബ്രോക്കറേജ് നടത്തുക, അവിടെ ഇവിടെ മുട്ടിച്ചിട്ട് അതിൻ്റെ പൈസ വാങ്ങുക, ഇതെല്ലാം ശനിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുന്ന. സൂര്യൻ്റെ നീചരാശിയുടെ അവിടെ തുലാം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ നീചരാശിയായി പോയി, ശനിയുടെ എക്സോൾട്ടഡ് രാശിയായി. ഡെബിലിറ്റേഷൻ സൂര്യന് സംഭവിക്കുന്നു. എന്തുകൊണ്ട്? സൂര്യൻ ബിസിനസ്സുകാരനല്ല, സൂര്യൻ ഒരു റൂളറാണ്. പുള്ളി മാർക്കറ്റിലോട്ട് ഇറങ്ങി ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളി കംഫർട്ടബിൾ അല്ലാത്ത ഒരു ഹൗസിൽ പുള്ളിക്ക് നീചസ്ഥിതി സംഭവിച്ചു. ബിസിനസ്സിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ശനി ഉച്ചത്തിൽ നിന്നു.